ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ റമദാൻ ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് നോമ്പ് എടുക്കാനും അതുപോലെ തന്നെ ഇബാദത്തൊക്കെ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് തലേ ദിവസമല്ല, 2 ദിവസം മുമ്പേ കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. പെട്ടെന്ന് മാവൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ മാവൂരെത്തിയപ്പോൾ അനീഫ്ക പറഞ്ഞു എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ സാധനങ്ങളോട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു കേട്ടോ കടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ കയറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് അവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ മാളിയേക്കൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഫുഡ് ഐറ്റംസൊക്കെ ഒരുവിധം ഞങ്ങൾ അവിടെ തന്നെയാണ് വാങ്ങിക്കുക എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാനിതിന് മുമ്പേ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിന് മുമ്പേ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കിയുള്ള സാധനം കൂടെ ഒന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ നനച്ചുളിപ്പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മുറ്റം ബാക്കിയായിരുന്നു കേട്ടോ. മുറ്റം കഴുകാൻ വേണ്ടിയിട്ട് ആ പൈപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത്രയും സമയം വൈകിയത്. അപ്പം പൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാ അനീഫ്ക മുന്നിലെ മുറ്റമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. അനീഫ്കായും ഇതും ഉണ്ട് കേട്ടോ കൂടെ. ചെടിച്ചട്ടിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് റോഡ് സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു മുറ്റം കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുറ്റം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ തിരിച്ച് ചെടിച്ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചെടിച്ചട്ടി എടുത്ത് വെച്ചപ്പോൾ ഇത് പറഞ്ഞൊന്ന് മാറ്റി വെക്കാമെന്ന്, ആദ്യം വെച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സാധനം കൊണ്ടുവന്ന കൂട്ടത്തിൽ വെളുത്തുള്ളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 1/2 കിലോ വെളുത്തുള്ളിയാണ്. ഞാനിത് അല്ലി അടർത്തിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ട് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് മുമ്പേ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോമ്പിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ അസൗകര്യങ്ങൾ കാരണം വൈകിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണല്ലോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ പണികൾക്കിടയിൽ റെഡിയാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് നോമ്പിന് കുക്ക് ചെയ്യാൻ എളുപ്പമായി കിട്ടും കേട്ടോ. എന്താ പറയുക, പിന്നെ ഇതുപോലെ തന്നെ പൊടികളൊക്കെ, മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ മല്ലിമുളകൊക്കെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ജീരകങ്ങളും കുരുമുളക് അങ്ങനത്തെ ഒക്കെ പൊടിക്കാനുണ്ട്. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ജീരകമൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളകാണ് കേട്ടോ വറുത്തത്. കുരുമുളക് ഞാൻ നീറാടുന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ വലിയ ജീരകം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എല്ലാ സ്പൈസസും നമ്മളൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഴുക്കുണ്ടാവും. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ കഴുകിയിട്ടൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടോ, കാരണം നല്ല വെയിലല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം ഇങ്ങനെ പൊട്ടും, അതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ജീരകം ഇങ്ങനെ പൊട്ടിത്തുടങ്ങും, ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ഞാനിങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഷിനു അച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2 ജീരകവും കുരുമുളകൊക്കെ ഒന്ന് വറുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അച്ചുവിനും ഷിനുവിനും സ്വീറ്റ് കോൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ ഞാൻ ജീരകം വറുത്ത് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്വീറ്റ് കോൺ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സ്വീറ്റ് കോൺ ഞാൻ ഇന്നാൾ നെസ്റ്റോന്ന് വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്വീറ്റ് കോണും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചത്. ഇത് ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നോമ്പ് തുടങ്ങിയാൽ പിന്നെ കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷിനു എന്തായാലും ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ ഷിനു അച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഫിദുവിന് ഇന്ന് ക്ലാസ് ഉണ്ട്. നിതു പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതുമാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തത്. ഇനിയിപ്പം ബട്ടറിലേക്ക് സ്വീറ്റ് കോൺ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി ഉപ്പ്. അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം സ്വീറ്റ് കോൺ വെന്തതല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് സമയം ഇട്ടിട്ട്
വേവിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ റമദാൻ ആയാലും പിന്നെ നമ്മുടെ എല്ലാ ജോലികൾക്കും വ്യത്യാസം വരുമല്ലോ ടൈമിലൊക്കെ. അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, ഇനിയിപ്പോൾ നോമ്പായാലും ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല, അപ്പോൾ ഇത് ഉണ്ടാക്കി തരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ കൂടിയതാണ് രണ്ടാളും. അപ്പോൾ ഉണ്ടാക്കി കൊടുത്ത സന്തോഷത്തിലാണ്. അതാ ഉണ്ടാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് വായിലിട്ടാൽ പൊള്ളി പോവും. അപ്പോൾ ഇനിയിപ്പോൾ ഫാനിൻ്റെ ചോട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണേ. നല്ല ടേസ്റ്റാണല്ലേ ഈ സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവർക്ക് സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ തന്നെ ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നല്ല സുഖമാണ് അല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തീരെ നനവ് പാടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി വെക്കുമ്പോൾ തീരെ നനവ് പാടില്ല. മിക്സിയുടെ ജാറായാലും അതുപോലെ തന്നെ വെളുത്തുള്ളിക്കൊക്കെ ആയാലും നന്നായിട്ട് ഉണങ്ങണേ. അപ്പോൾ അത്യാവശ്യം ഞാൻ നമ്മുടെ അരിപ്പേരി ഊറ്റി വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തട്ടിലൊന്ന് പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം. അപ്പോഴേക്കന്നെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും, അത് 3 കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ വെച്ചാലും കേടായി പോവില്ല. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുറച്ച് ദിവസമൊക്കെ നിൽക്കും കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ കുറേ ദിവസം നിന്നോളും. ഇത് 1/2 കിലോ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത്. ഇതന്നെ നമുക്ക് കുറേ ദിവസം ഉണ്ടാവും. അങ്ങനെ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ട് ഇനി ഇതുപോലൊരു പൊട്ടിനെ കുപ്പിയിലാണ് കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പൊട്ടുന്ന കുപ്പിയിലാണ് കേട്ടോ നല്ലതാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പൊട്ടുന്ന കുപ്പിയിൽ തന്നെ ആക്കി വെക്കാം. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ ഏലക്കായ പിടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വെളുത്തുള്ളിയൊക്കെയാണ് ആദ്യം ചതച്ചത്. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഏലക്കായ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഏലക്കായും കൂടെ പൊടിച്ചിട്ട് ഞാൻ ടിന്നിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ റെഡിയാക്കിയത്. കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാലപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ 2 ജീരകങ്ങളുണ്ട്, ഏലക്കായ, അങ്ങനെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മല്ലി, മുളക്, മഞ്ഞളൊക്കെ നേരത്തെ പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ. എൻ്റെ മുളകിൻ്റെ നിറം കണ്ടില്ലേ, കാശ്മീരി മുളക് മാത്രമാണ് ഉപയോഗിക്കൽ. അങ്ങനെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കിയപ്പോഴേക്ക് അനീഫ്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. പഴം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പൈനാപ്പിൾ, പിന്നെ വാട്ടർമെലൺ ആണ് കേട്ടോ കൊണ്ടുവന്നത്. വാട്ടർമെലൺ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് ജ്യൂസാക്കി കഴിക്കാനും വെറുതെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ തീരുമ്പോഴേക്ക് അച്ചു പറയും വാട്ടർമെലൺ തീർന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. മസാല ടിന്നുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റംസാൻ സമയത്ത് പണികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.